ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ഓൺലൈനിൽ നിന്ന് എങ്ങനെ ചപ്പൽസ് വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അളവ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് സൈസ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഫുഡ് വെയർ ഐറ്റംസിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഒരു വീഡിയോ, അതായത് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത്. അതിൻ്റെ ബേസിസിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കടയിലൊക്കെ പോയി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് നോക്കിയിട്ട് ചൂസ് ചെയ്യാം അല്ലേ. പക്ഷേ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇട്ട് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് അതിലവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അളവുകൾ കാര്യങ്ങളൊക്കെ. പക്ഷേ കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ചുമരിനോട് ചേർത്ത് ഇതേ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കയറി നിന്ന് കാലിൻ്റെ പിൻഭാഗം ചുമരിൻ്റെ അടുത്ത് വരുന്ന മാതിരി ചുമരിനോട് ചേർത്ത് തന്നെ വെക്കുക. എന്നിട്ട് കാലിൻ്റെ മുൻഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക പേപ്പറിൽ, അതായത് തള്ളവിരൽ ആ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴത്തോട്ട് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കറക്റ്റ് അളവ് എടുത്ത് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 23.5 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അളവിൻ്റെ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് 23.5 ആണെങ്കിൽ IND 5 ആണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അളവുകൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അളവ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് തന്നെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.